എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ 4ാമത്തെ ഇക്കായിലെ 1ാമത്തെ പാഠമായ വസന്ത് മേരെ ഗാവുക എന്ന ലേഖനമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ലേഖനം എഴുതിയ ആളുടെ പേരാണ് മുകേഷ് നൗട്ടിയാല. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. उत्तराखंड भाषा संस्था के सदस्य होने के साथ साहित्यिक पत्रिका लोक गंगा आदि के सहायक संपादक भी है. संपादक എന്ന് വെച്ചാൽ എഡിറ്ററാണ്. आपकी कहानियों का संकलन चमकता रहेगा സ്വീലി ഗം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കഥകളുടെ സമാഹാരം. അതുപോലെ തന്നെ ഹിമാലയ കി കഹാനിയാം ആപ്ക ബാലകഥ സംഗ്രഹ. ഹിമാലയ കി കഹാനിയ എന്നുള്ളത് ബാലകഥകളുടെ ഒരു സമാഹാരമാണ്. അപ്പോൾ ഇത്രയുമാണ് ഇദ്ദേഹത്തെ കുറിച്ച് പാഠഭാഗത്ത് പറയുന്നത്. അപ്പോൾ ഈ ലേഖനത്തിൽ ഉത്തരാഖണ്ഡിലെ ഹിമാചൽ പ്രദേശങ്ങളിൽ ആഘോഷിക്കുന്ന ഫൂൽദേയി ത്യോഹാറിനെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫൂൽദേയി ത്യോഹാർ എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ ഓണ ആഘോഷത്തിന് സമാനമായ രീതിയിലുള്ള ഒരു ആഘോഷമാണ്, പൂക്കളുടെ ആഘോഷമാണ്. അപ്പോൾ ആ ആഘോഷങ്ങളിലെ പ്രത്യേകതകളും അതിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പാഠത്തിലേക്ക് വരാം. 1ാമത്തെ അനുച്ഛേദം എന്താണെന്ന് നമുക്ക് നോക്കാം. मकर संक्रांति के बाद सूरज पंचाचूली के शिखरे से चौगंबा पर्वत की तरफ खिसकना शुरू कर देती है. दादी कहती थी कि जेठ तक सूरज हर सुबह बलिस्थ पर छलांग मारता है. पंचाचूली से चौखंबा तक पहुंचने में सूरज को पूरे 4 महीने का समय लग जाता है. അതായത് മകരസംക്രാന്തിക്ക് ശേഷം സൂര്യൻ പഞ്ചാചൂലിക്ക് ശിഖരോൻസെ, പഞ്ചാചൂലി എന്ന് പറയുന്ന ഹിമാലയത്തിലെ 5 പർവ്വതങ്ങളുടെ ഒരു കൂട്ടം, അതിന്റെ ഉയർന്ന ഭാഗമാണ്. ചൗഗംബ പർവ്വതക്ക് തരം, ചൗഗംബ എന്ന് പറയുന്ന 4 പർവ്വതങ്ങളുടെ കൂട്ടം, അതിന്റെ ശിഖരം, അതിലേക്ക് തെന്നിമാറുന്നു. അതിനായിട്ട് തെന്നിമാറാനായിട്ട് ആരംഭിക്കുന്നു ഈ മകരസംക്രാന്തിയിലെ സൂര്യൻ. ദാദി കാത്തേക്ക് ജേഠ് തക് സൂരജ് ഹർ സുബഹ് ബലിസ്ത് ഫർ ഛലാംഗ് മാർത്താ ഹെ. ഇപ്പൊ മുത്തശ്ശി പറയുന്നത് ജേഠ് മാസം കഴിയുമ്പോൾ, ഒരു മാസത്തിന്റെ പേരാണ് ജേഠ് എന്ന് പറയുന്നത്. അപ്പൊ ആ മാസം കഴിയുമ്പോൾ സൂര്യൻ എല്ലാ ദിവസവും രാവിലെ ഒരു ചാൺ മാറുന്നു എന്നാണ്, തെന്നി മാറുന്നു എന്നാണ്. पंचाचूली से चौखंबा तक पहुंचने में सूरज को पूरे 4 महीने का समय लग जाता है. അപ്പൊ അങ്ങനെ ഓരോ ചാൻ വെച്ച് മാറി ഈ പഞ്ചാചൂലി പർവ്വതത്തിൽ നിന്ന് ചൗഖംബയിലേക്ക് സൂര്യൻ എത്താനായിട്ട് ഏകദേശം 4 മാസം എടുക്കും എന്നാണ് ദാദി അല്ലെ മുത്തശ്ശി പറയുന്നത്. ഈ ദൂസറ അനുച്ഛേദ पंचाचूली की 5 बर्फीली चोटियों और चौखंबा के 4 शिखरों के बीच में जो पहाड़ नजर आ रहा है वह नंदा पर्वत है. അപ്പോൾ ഇത് രണ്ടിന്റെയും ഇടയ്ക്ക്, അതായത് പഞ്ചാചൂലിയുടെയും ചൗഖംബ പർവ്വതത്തിന്റെയും ഇടയ്ക്കുള്ള പർവ്വതമാണ്, ഒത്ത നടുക്ക് കാണുന്ന പർവ്വതമാണ് നന്ദ പർവ്വതം എന്ന് പറയുന്നത്. സൂരജ് पंचाचूली से खिसककर जब नंदा पर्वत तक पहुंचता है तो पहाड़ों में प्योली के पीले फूल खिलने लगते हैं. അപ്പോൾ സൂര്യൻ ഇങ്ങനെ തെന്നി മാറി ഈ നന്ദാ പർവ്വതത്തിന്റെ മുകളിൽ എത്തുമ്പോൾ പ്യൂലി പൂക്കൾ വിരിയും എന്നാണ്. പ്യൂലി അല്ലെങ്കിൽ ഫ്യൂലി എന്ന് വേണേൽ പറയാം, ഫ്യൂലി പൂക്കൾ. അപ്പോൾ അതൊരു പ്രത്യേകതരം ഹിമാലയൻ പ്രദേശങ്ങളിൽ കാണുന്ന പൂവാണ്. എനിക്ക് പീലെ ഫൂട്ട് എന്നാണ്. അപ്പോൾ അത് മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ്
पहाड़ी ढलानों पर खूबसूरती से कटे सीटीनुमा खेतों में गेहूं के हरियाली के बीच सरसों की പിലായി പസർ ജാതി ഹെ. അപ്പോൾ കൃഷിയിടങ്ങൾ കുന്നുകളിലൊക്കെ തട്ടുതട്ടായി തിരിച്ചിരിക്കുന്ന അവിടെ വളരെ മനോഹരമായിട്ട് കാണപ്പെടുന്ന ഗോതമ്പ് കൃഷി, അതുപോലെ തന്നെ കടുക് മഞ്ഞ നിറത്തിലുള്ള അല്ലെങ്കിൽ കടുകിൻ്റെ വിളയുമ്പോഴുള്ള അതിൻ്റെ ആ സുഗന്ധം ഒക്കെ അവിടെ എല്ലാം പരക്കുകയാണ്. വസന്ത് ബൗരാനെ ലഗ്താഹെ. അപ്പോൾ ഇതിങ്ങനെ വിരിയുമ്പോൾ വസന്തം അവിടെ അതിൻ്റെ പൂർണ്ണ ശോഭയിൽ എത്തുകയാണ് ഈ പൂക്കൾ വിരിയുമ്പോൾ എന്നുള്ളത്. തീസറ നിശ്ചിത് വസന്ത് ഫൂൽദയി കാ ത്യോഹാർ ലേക്കർ ആത്താ ഹെ. വസന്തം ഫൂൽദയി ഉത്സവമായിട്ടാണ് എത്തുന്നത്. ദേർ ശാം തക് ബച്ചെ ഫൂൽ ചുൻത്തെ ഹെ. വൈകുന്നേരം വരെ കുട്ടികൾ പൂക്കൾ പറിക്കുന്നു. इन फूलों को रिंगाड़ से बनी खास तरह की टोकरियों में रखा जाता है. റിങ്കാൾ എന്ന് പറയുന്ന പ്രത്യേകതരം മുള കൊണ്ടുണ്ടാക്കുന്ന കൊട്ടയിൽ ഈ പൂക്കൾ ശേഖരിക്കുന്നു. टोकरियों को रात भर पानी से भरे गागरों के ऊपर रखा जाता है. അപ്പോൾ ഇത് രാത്രിയിൽ വെള്ളം നിറച്ച പാത്രത്തിന് വെള്ളക്കുടത്തിന് മുകളിൽ ഇത് വെക്കുന്നത്. താക്കി വേ സുബഹ തക് മുർച്ഛന പായ്. അതായത് രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് വാടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. സുബഹ് പോ ഫട്ടെ ഹി ബച്ചെ ടോലിയോ ഗാവ് പർ മേ ഘൂംതി ഹെ. രാവിലെ ആകുമ്പോൾ തന്നെ കുട്ടികളുടെ സംഘം ഗ്രാമം മുഴുവനും ചുറ്റാനായിട്ട് തുടങ്ങും. पिछले शाम चुने गए फूल घरों की दहरियों पर सजाए जाते हैं. ഇന്നലെ തലേദിവസം കളക്ട് ചെയ്ത പൂക്കൾ കൊണ്ട് വീടുകളുടെ മുൻഭാഗം വാതിലിന്റെ പടികളൊക്കെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നു. जिनके घरों में फूल सजाए जाते हैं वे बच्चों को चावल गुड़ दाल आदि देते हैं. അപ്പോൾ അവർ അലങ്കരിക്കുന്ന വീടുകളിൽ നിന്നും അവർക്ക് അരിയ്, അതുപോലെ ശർക്കര, അതുപോലെ പരിപ്പ് തുടങ്ങിയവയെല്ലാം അവർക്ക് അതിന് പ്രതിഫലമായിട്ട് ദക്ഷിണയായിട്ട് കിട്ടുന്നു. दक्षिणा में मिले ये सामग्री पूरे 21 दिन तक इकट्ठी की जाती है. ഇതിങ്ങനെ ഈ പ്രവർത്തനം, ഈ പ്രക്രിയ 21 ദിവസം അവർ തുടരുന്നു. फूलदेई की विदाई के साथ वसंत का यह उत्सव समाप्त हो जाता है. അപ്പോൾ ഈ വസന്തകാലം അല്ലെങ്കിൽ ഫൂൽദേയി ത്യോഹാർ അല്ലെങ്കിൽ അത് പോകുമ്പോഴേക്ക് തീരാറാവുമ്പോഴത്തേക്കും ഈ ഉത്സവവും അതിൻ്റെ പൂർണ്ണതയിലെത്തുകയാണ് അല്ലെങ്കിൽ തീരുകയാണ്. अंतिम दिन इकट्ठी की गई सामग्री से सामूहिक भोजन बनाया जाता है. അപ്പോൾ അവസാന ദിവസം കുട്ടികൾ ഈ ദക്ഷിണ കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ച് സമൂഹ സദ്യ, സ്നേഹവിരുന്ന് അവർ തയ്യാറാക്കുകയും എല്ലാവരും കൂടെ അതിരുന്ന് നമ്മൾ ഓണസദ്യ കഴിക്കുന്ന രീതിയിൽ അവർ കഴിക്കുകയും ചെയ്യും. इस आयोजन में बड़ों की भूमिका केवल सलाह देने तक सीमित है. ഈ പ്രവർത്തനങ്ങളിലെല്ലാം മുതിർന്ന ആളുകളുടെ റോൾ എന്ന് പറയുന്നത് നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കുട്ടികൾ തന്നെയാണ്. ബാക്കി സാരേ കാം ബച്ചേ കർത്തേ. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കുട്ടികൾ തന്നെയാണ്. उत्तराखंड के हिमाचली आंचल में फूलदेई से बड़ा बच्चों का कोई दूसरा त्योहार नहीं. അപ്പം ഉത്തരാഖണ്ഡിലെ ഹിമാചലി പ്രദേശങ്ങളിൽ ഈ കുട്ടികളുടെ ഈ ത്യോഹാറിനേക്കാൾ വലിയൊരു ത്യോഹാർ അവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അകല അനുച്ഛേദ് उधर बच्चे फूलदेई के जश्न में शामिल होते हैं और इधर बड़े ढोल ढमारू की थाप पर चैती गीत गाते हैं. കുട്ടികൾ ഈ ഫൂൽദേയി ത്യോഹാർ ആഘോഷിക്കുമ്പോൾ എങ്ങനെയാണ് ഢോൾ ഢമാരുക്കി ധാപ്പർ ചൈത്തി ഗീത് ഗാത്തെ. അപ്പോൾ ഢോൽ ഗീത്, ചെണ്ടയൊക്കെ കൊട്ടി ചൈത്തി ഗീത്, ആ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാടൻ പാട്ടുകൾ, ഓണപ്പാട്ടുകൾ പോലെ അവിടെയുള്ള പാട്ടുകൾ ചൈത്തി ഗീത്
ഒക്കെ പാടുന്നു. ഇൻ ഗീതോ മേ പാണ്ഡവോ കി ഹിമാലയ യാത്ര കെ കിസ്സേ ഹോത്തെ. അവർ പാടുന്ന പാട്ടുകളിൽ പാണ്ഡവരുടെ വനവാസകാലത്തെ അല്ലെ പാണ്ഡവരുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ ഈ പാട്ടിന്റെ വിഷയമാണ്. അതുപോലെ തന്നെ പഹാഡ് കി വീരോം കി ശൗര്യസ് ഗാഥായം ഭി ശാമിൽ ഹോത്തി. അപ്പൊ ആ പർവ്വത പ്രദേശങ്ങളിലെ അല്ലെ അവരുടെ നാട്ടിലെ ധീരന്മാരായിട്ടുള്ള ആളുകളുടെ കഥകളൊക്കെ അതിൽ ഈ പാട്ടിൽ ഉണ്ടാവും. परंपरागत रूप से चैती गीत गाने वाले औजी जब गांव में थमकते हैं तो वहां भीड़ जम जाती है. അപ്പം പരമ്പരാഗതമായി ചൈത്യ ഗീത പാടുന്ന ഔജി എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ആളുകൾ ഈ ഗ്രാമത്തിൽ എത്തുമ്പോൾ തന്നെ വലിയ ജനക്കൂട്ടം ഈ പാട്ട് കേൾക്കാനും അവരോടൊത്ത് ഈ ആഘോഷിക്കുവാനായിട്ട് ഒത്തിരി വലിയ ജനക്കൂട്ടം എത്താറുണ്ട് എന്നുള്ളതാണ്. വസന്ത് മേം സംഗീത് കെ സുർ ധുൽ ജാത ഹെ. ഈ വസന്തകാലത്തിൽ എങ്ങും സംഗീതമയമായി മാറുന്നു. എങ്ങും സന്തോഷവും എല്ലായിടത്തും വളരെ ആഹ്ലാദത്തിന്റെ അന്തരീക്ഷമാണ് എല്ലായിടത്തും എന്നുള്ളതാണ്. അഗലി പാരഗ്രാഫ്. വസന്ത് കി ഗുൻഗുനി ധൂപ് ജബ് दोपहरी में तपने लगती है तब ऊंचे हिमालय शिखरों पर बुरास ചട്ടക്കനെ ലഗ്തി. അപ്പോൾ വസന്തകാലത്തില് ഗുൻഗുനി ധൂപ് ജബ് दोपहरी में തപനെ ലഗ്തി. അപ്പൊ അവിടെ ഉച്ച സമയത്ത് അല്ലെങ്കിൽ ആ വസന്ത കാലഘട്ടത്തില് തണുപ്പ് കുറയുകയും കുറച്ച് ചൂടൊക്കെ ഒരു അല്പം ചൂടൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ സൂര്യപ്രകാശം വരുമ്പോൾ ഹിമാലയത്തിന്റെ ഉയരുന്ന ഭാഗങ്ങളിലൊക്കെ ബുറാസ് ചടക്കനയിലെത്തി. ബുറാസ് എന്ന് പറയുന്ന പൂവ് അവിടെ വിരിയുന്നു. ബുരാസിന്റെ ചിത്രം ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബുരാസ് കെ ഫൂൽ പഹാഡോം पर शानदार ലാലിമ ബിഛാ ദേത്തെ. മനോഹരമായ ലാലിമ, ചുവന്ന നിറം പർവ്വതം മുഴുവനും. അത് വലിയ ഭംഗിയാണ്. ഇപ്പം നമുക്കിവിടെ നമ്മുടെ കേരളത്തിലാണ് കുറിഞ്ഞി പൂക്കുമ്പോഴുള്ള അവസ്ഥ ഇന്ന് നീല നിറമാണ് എന്ന് പറയുന്നത് പോലെ അവിടെ ഈ ബുറാസ് അവിടെ എല്ലാം വിരിയുമ്പോൾ ഭയങ്കര ഒരു ഭംഗി ചുറ്റും ഈ ഹിമാലയ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. मकर संक्रांति से तपता सूरज अब नंदा पर्वत से चौखंबा पर्वत की ओर आगे बढ़ने लगता है. ഇപ്പൊ നന്ദാ പർവ്വതത്തിൽ നിൽക്കുമ്പോഴാണ് ഈ വസന്തകാലം. അവിടെ നിന്നും അത് വീണ്ടും ചൗഖംബ പർവ്വതത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും ഒരു ചാൺ വെച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗംഗാമേ പാനിക്ക് ധാര തേസ് ഹോ ജാതി. അപ്പോൾ ഗംഗ നദിയില് വെള്ളത്തിന്റെ ഒഴുക്ക് കൂടും, അല്ലെ വെള്ളം കൂടുന്നു എന്നുള്ളതാണ്. അതായത് ചൂട് കൂടുമ്പോൾ അവിടെ ഹിമാലയത്തിലെ പ്രത്യേകത എന്താണ്? മഞ്ഞുരുകയും അവിടെ വെള്ളം കൂടുകയും ചെയ്യും. അവിടെ മഴ ഉള്ളപ്പോഴല്ല, മറിച്ച് വെയില് ചൂട് കൂടുമ്പോഴാണ് അവിടെയൊക്കെ വെള്ളം കൂടുന്നത്. ठंड के मौसम में बर्फीले इलाकों से निचले इलाकों में उतरे പശുചാരക് വാപ്പസ് ഘരോं को लौटने लगते. അപ്പോൾ ഈ തണുപ്പ് കാലഘട്ടത്തിൽ തങ്ങളുടെ കാലി മൃഗങ്ങളെയൊക്കെ ആയിട്ട് മേയ്ക്കാനായിട്ട് ദൂരസ്ഥലങ്ങളിൽ പോയ ആളുകളൊക്കെ ഈ ചൂട് കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വസന്തകാലത്തിൽ അവർ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ വീട്ടിലെ ബന്ധുക്കളെല്ലാവരും എത്തുന്നു, വീട്ടു അംഗങ്ങളെല്ലാം ഒരുമിച്ചെത്തുന്നു. അപ്പോൾ വലിയൊരു സന്തോഷത്തിന്റെയും കൂടിച്ചേരലിന്റെയും ഒക്കെ ഒരു സമയമാണ് ഈ ഫൂൽദേയി ത്യോഹാറിന്റെ സമയം എന്നുള്ളത്. മഹീനെ തക് ഫൈലെ चरगाही घने जंगलों और अनजाने बस्तियों में भटकने के बाद अपने घर लौटने की खुशी उत्सव का माहौल रच देती है. ഇപ്പോൾ വളരെ അറിയപ്പെടാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ തങ്ങളുടെ കാലികളുമായിട്ട് പോയി ഇതിനു ശേഷം തിരിച്ചു വരുമ്പോൾ വീട്ടിൽ വലിയൊരു സന്തോഷവുമാണ്. വേ ഗീത് ഗാത്തെ ഹേ നാച്തേ. അപ്പോൾ അവരെല്ലാം പാട്ട് പാടുകയും നൃത്തം ചെയ്യുകയും അങ്ങനെ എല്ലാവരും വളരെയധികം ആനന്ദിക്കുന്ന സമയമാണ് ഈ ഫൂൽദേയി ത്യോഹാറിന്റെ സമയം. പശുചാരകോं के साथ उनकी भेड़ बकरियां घोड़े खचरे और कुत्ते भी होते. അപ്പൊ അവർ തിരിച്ചു വരുമ്പോൾ അവരോടൊപ്പം എന്താണ് അവരുടെ ഫേഡ് ചെമ്മരിയാടുകൾ, ആടുകള്, അതുപോലെ ബക്കരിയ ആടുകള്, അതുപോലെ ഫേഡ് എന്ന് വെച്ചാൽ ചെമ്മരിയാടാണ്, അതുപോലെ തന്നെ ഘോടെ കുതിരകള്, അതുപോലെ ഖച്ചരെ ഗോവർ കഴുതകള്,
അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ കുത്തെ പട്ടി ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ അവരോടൊപ്പം ഉണ്ടാവും. അതെല്ലാം വീട്ടിലേക്ക് എത്തുകയാണ്. रास्ते में आने वाले गांवों से उनका लेन देन भी होता है. അപ്പോൾ അവരിങ്ങനെ വരുമ്പോൾ ഇത് എല്ലാ വർഷവും നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അവരിങ്ങനെ പോരുന്ന വഴിക്ക് ഉള്ള ആളുകളുമായിട്ട് വഴിയിലുള്ള ആളുകളൊക്കെ ആയിട്ട് ഓരോ പല നാടുകൾ കടന്നായിരിക്കും അവർ വരുന്നത്. അപ്പോൾ അവിടെയുള്ള പല നാടുകളിലുള്ള ആളുകളുമൊക്കെ ആയിട്ട് കൊടുക്കൽ വാങ്ങലുകൾ അവർ നടത്താറുണ്ട് എന്നുള്ളതാണ്. വേ ജാൻവरों के साथ साथ कीड़ा जड़ी करण और चुरू जैसी दुर्लभ हिमालयी जड़ी व औषधियां भी बेचते हैं. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഈ കാലികളെ വിൽക്കും അല്ലെങ്കിൽ കൊടുക്കും. അത് മാത്രമല്ല ഇങ്ങനെ ഹിമാലയ പ്രദേശങ്ങളിലൂടെ ചുറ്റി സഞ്ചരിക്കുന്നതുകൊണ്ട് ഒട്ടേറെ ഔഷധ സസ്യങ്ങളെ പറ്റിയും ഒക്കെയുള്ള വിവരങ്ങൾ അവർക്കറിയാം. ഔഷധ സസ്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അതൊക്കെ അവർ ഈ പറയുന്ന ആവശ്യക്കാർക്ക് അവർ പോരുന്ന വഴിക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയുണ്ട്. ഇൻ ഗാവോं से इनका സദിയോं का रिश्ता है. ഇപ്പം ഈ ഗ്രാമവാസികളൊക്കെ ആയിട്ട് ഇവരുടെ ബന്ധം എന്നുള്ള വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. इसलिए उसी वक्त पूरी कीमत चुकाना जरूरी नहीं होता. അപ്പം അതുകൊണ്ട് അതിന്റെ മുഴുവൻ മൂല്യം കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. അല്ലെങ്കിൽ പിന്നീട് വരുമ്പം തന്നാലും മതി എന്ന രീതിയിലാണ് കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തുന്നത്. बर्फीले मौसम में निचले इलाकों की ओर जाते वक्त पुरानी वसूली की जाती है. അപ്പോൾ അവർ വീണ്ടും തിരിച്ചു പോകുമ്പോഴാണ് നേരത്തെ കൊടുത്ത കാര്യങ്ങളിലൊക്കെ വില അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള വസ്തുക്കൾ അവർ സ്വീകരിക്കുക. मजे की बात है कि नकद उधार में के आंकड़े कहीं दर्जा नहीं होते. അപ്പം അവർ കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വിൽക്കുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും പറ്റുബുക്കൽ എഴുതി വെക്കുന്ന രീതി ഒന്നുമില്ല. അപ്പം അതിന്റെ കാരണം എന്താണ്? ആപസി വിശ്വാസ് കെ ദം पर വർഷോं से यह लेन देन चल रहा है. ഈ കൊടുക്കൽ വാങ്ങലുകൾ വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. അവരുടെ പരസ്പരമുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് ഇതെല്ലാം നടക്കുന്നത്. अगले पैराग्राफ. पशुचारकों के जत्थे अब गुजर जाते हैं तब गांव की जड़ में बहती गंगा से सड़कर बनी സർപ്പീലി സടക് पर ഹൽച്ചൽ बढ़ जाती है. അപ്പോൾ ഇവർ ഈ കാലികളുമായിട്ട് പോകുമ്പോൾ ഗംഗാ നദിയുടെ തീരത്തോടുള്ള സർപ്പീല സടക് എന്ന് വെച്ചാൽ വളഞ്ഞ് അല്ലെങ്കിൽ വളരെ വളഞ്ഞുള്ള ആ വഴികളിൽ വലിയ ജനക്കൂട്ടം ഉണ്ടാകാറുണ്ട്. बद्रीनाथ, केदारनाथ, गंगोत्री और यमुनोत्री की ओर आने वाले पैदल यात्री धामा के कपाट खुलने से काफी पहले आने लग जाते. അപ്പോൾ അവിടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇപ്പം നമ്മുടെ കേരളത്തിലാണ് ശബരിമലയിലേക്ക് ആളുകൾ പോകാറുണ്ട് എന്നതുപോലെ അവിടെ കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഒട്ടേറെ ആളുകൾ ഈ അവിടുത്തെ അമ്പലം തുറക്കുന്നതിനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പോകും. കാരണം അങ്ങോട്ട് വണ്ടി നടന്ന് ചിലപ്പം കാൽനടയായിട്ട് പോകേണ്ടി വരും. അല്ലെ മഞ്ഞ് വീഴ്ചയുണ്ട്, അപകട സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മഞ്ഞില്ലാത്ത സമയമൊക്കെ നോക്കി ആളുകൾ വളരെ നേരത്തെ തന്നെ ഈ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതായിട്ട് അല്ലെ അത് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സുദൂർ ദക്ഷിണമേ आने वाले महात्मा कई बार हमारे गांव तक आ जाते हैं. അപ്പോൾ വളരെ അകലത്തിൽ നിന്ന് വരുന്ന ആളുകൾ പോലും ഇതിലെ കടന്നു പോകാറുണ്ട് എന്നുള്ളതാണ്. ദക്ഷിണേന്ത്യയിൽ നിന്ന് വരെ വരുന്നവർ. उनके हाथ में एक तारा होता है और उसके संगीत पर वे भजन गाते हैं. അപ്പൊ ഏക്താര ഒറ്റ കമ്പിയുള്ള വീണ, അപ്പൊ അത് വീട്ടി അവര് പാട്ടുപാടിയാണ് ഈ മല കയറി പോകുന്നത്. നമുക്ക് ശബരിമലയ്ക്ക് പോകുമ്പോൾ സ്വാമി ശരണം, അയ്യപ്പ ശരണം എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. അപ്പൊ അത് അവർക്ക് ക്ഷീണവും വിശപ്പിനെയും ഒക്കെ മറികടക്കാനും ഒക്കെ സഹായിക്കും. എന്നതുപോലെ ഇവരും ഇതുപോലെ പാട്ടുകളൊക്കെ പാടിയാണ് ഈ മലകൾ കയറുന്നത്. और उसके संगीत पर वे भक्त गाते हैं, भजन गाते हैं. ഭജൻ
ഭജൻ എന്ന് വെച്ചാൽ ഭക്തി ഗീതമാണ് ഭജൻ എന്ന് ഉദ്ദേശിക്കുന്നത്. बद्रीनाथ और കേദാർനാഥ് के मुख्य पुजारी आज भी दक्षिण भारत से नियुक्त होते हैं. അപ്പോൾ അവിടങ്ങളിലുള്ള പൂജാരികൾ ഇന്നും നിയമിക്കപ്പെടുന്നത് എന്താണ്, ദക്ഷിണ ഭാരതത്തിൽ നിന്നുള്ളവരെയാണ് നിയമിക്കുന്നത് എന്നുള്ളതാണ്. അടുത്ത ഭാഗം. सूरज जब चौखंबा पर्वत से ठीक पीछे से उदय होने लगता है तब जेठ शुरू हो जाता है. അപ്പോൾ സൂര്യൻ ചൗഖംബ പർവ്വതത്തിന്റെ പുറകിൽ നിന്നും ഉദിക്കാൻ തുടങ്ങുമ്പോൾ, അതായത് തെന്നി മാറി പഞ്ചാജൂലിയിൽ നിന്നും ചൗഖംബയിലേക്ക് എത്തുമ്പോൾ അപ്പോൾ എന്താവും, ജേട്ട് ശുരു ഹോ ജാത്ത. അപ്പം ജേട്ട് മാസം ആരംഭിക്കും എന്നുള്ളതാണ്. പഹാഡ് കി സടക്കേയും ഗാഡിയോം സേ ഫർ ജാത്തി. അപ്പോൾ ആ പർവ്വത പ്രദേശങ്ങളിലെ വഴികളൊക്കെ വാഹനങ്ങളാൽ നിറയും. അതായത് കൂടുതലും ഈ തീർത്ഥയാത്രകരാണ്. अपने घर को छत से जब मैं बद्रीनाथ यात्रा मार्ग की भीड़ देखता हूँ, എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ബദ്രീനാഥ് യാത്രയിലേക്ക് പോകുന്ന ആളുകളുടെ വലിയ കൂട്ടം കാണാറുണ്ട്. तो भूल जाता हूँ कि महज 2 महीने पहले ये घाटी एकदम शांत थी. 2 മാസം മുമ്പ് ഈ വഴി എത്ര ശാന്തമായിരുന്നു, അല്ലെങ്കിൽ വിജനമായിരുന്നു എന്നുള്ളത്. सदियों से यह ऋतुचक्र यूं ही चलता आ रहा है. നൂറ്റാണ്ടുകളായി ഈ ഋതുക്കളുടെ ഈ മാറ്റം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിമാലയ अपनी जगह मौजूद है और सूरज मुस्तैदी से अपनी यात्रा कर रहा है. അപ്പോൾ ഹിമാലയം വർഷങ്ങളായി അവിടെ സ്ഥിരമായി നിൽക്കുന്നു. സൂര്യൻ വളരെ വേഗത്തിൽ തൻ്റെ ഗതി മാറുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇങ്ങനെ ഈ ഋതുക്കൾ മാറ്റം ഉണ്ടാകുന്നത്. पंचाचूली की 5 चोटियों की ओर से जब सूरज पर होता है तब मेरे गांव में हार्ड कंबा देने वाले ठंड पड़ती है. അപ്പോൾ പഞ്ചാചൂലിയിൽ ആകുമ്പോൾ വീണ്ടും അത് ഋതുക്കൾ മാറി വീണ്ടും ഈ സൂര്യൻ പഞ്ചാചൂലിയിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും, അപ്പോൾ ഈ അവിടെ വലിയ തണുപ്പായി മാറും. ഹാർഡ് കമ്പ എന്ന് വെച്ചാൽ നമ്മൾ ഈ അസ്ഥി പോലും ഉരുകുന്ന തരത്തിലുള്ള തണുപ്പ്, അത്രയധികം കഠിനമായ തണുപ്പാകും. അത് പിന്നീട് പഞ്ചാചൂലിയിൽ നിന്നും മാറുമ്പോൾ ചൂട് തണുപ്പ് കുറഞ്ഞ് വസന്തകാലത്തിലേക്ക് എത്തും. സൂരജ് ജബ് ചൗഖംബ കെ ശിഖർ സെ ഉഗता है तब जेठ की गर्मी चरम पर होती है. അപ്പോൾ സൂര്യൻ ചൗഖംബ കെ ശിഖർ എത്തുമ്പോൾ ആണ് ജേട്ട് മഹീനയിൽ സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉയർന്ന താപം ചൂട് അനുഭവപ്പെടുന്ന സമയം. തബ് ജേട്ട് കി ഗർമി ചരം പർ ഹോത്തി. അപ്പോഴാണ് ജേട്ട് മാസത്തിലെ ചൂടിന്റെ ഏറ്റവും പാരമ്യത്തിലെത്തുന്നത്. इन दोनों पर्वतों के बीच खड़े नंदा पर्वत के आसपास सूरज की उपस्थिति मेरे गांव में वसंत के बोराने का प्रतीक है. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഈ നന്ദാ പർവ്വതമാണ് എന്താണ് ഈ വസന്തകാലത്തിന്റെ അനുഭവത്തിന്റെ പ്രതീകമായിട്ട് നിലനിൽക്കുന്നത്. ദാദി कहती थी जब तक हिमालय रहेगा ऋतुओं के बदलने का उल्लास बना रहेगा. അപ്പം ദാദി മുത്തശ്ശി പറയുന്നത് ഈ ഹിമാലയം ഉള്ളിടത്തോളം കാലം ഈ ഋതുക്കൾ മാറുന്നതിൻ്റെ ആ ഒരു ഉത്സാഹം നിലനിൽക്കും എന്നുള്ളതാണ്. ഈ ഋതുക്കൾ ഇങ്ങനെ മാറുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ രസകരവും ആനന്ദകരവും ഒക്കെ മാറും. മഴക്കാലം വരുന്നു, വേനൽക്കാലം വരുന്നു. അപ്പോൾ ഇങ്ങനെ മാസങ്ങൾ ഉണ്ട്, ഋതുക്കൾ ഉണ്ട് അല്ലേ. നമുക്കറിയാം വസന്തം, ഗ്രീഷ്മം, വർഷ, ശരത്ത്, ഹേമന്ത്, ശിശിർ. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ മാറുന്നതാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ആനന്ദകരമാക്കി മാറ്റുന്നത്. അപ്പോൾ ഇത് ഈ ഹിമാലയം ഉള്ളിടത്തോളം കാലം ഇവിടെ ഇത് ഉണ്ടാവും എന്നാണ് ദാദി പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ലേഖനത്തിൻ്റെ വ്യാഖ്യ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കാണും എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.